നമ്മളെ സെക്കൻഡ് മൊഡ്യൂളാണ് ലിമിറ്റ് തിയറംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് തിയറം പ്രൂഫാണ് ഇതിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് ഫസ്റ്റ് തിയറാണ് ചെബിഷെവ്സ് ഇനീക്വാളിറ്റി. എന്താണ് ചെബിഷെവ്സ് ഇനീക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. എക്സ് ബി എ റാൻഡം വേരിയബിൾ, എക്സ് എന്നുള്ള റാൻഡം വേരിയബിൾ ഉണ്ട്. ആ റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? മ്യൂ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പറഞ്ഞാൽ എന്താ? മീൻ ആണ്. മീൻ എന്താണ്? മ്യൂ ആണ്. മ്യൂ എഴുതാൻ അറിയില്ലേ? നമ്മൾ മ്യൂ എന്ന് എഴുതുക. ഓക്കെ, ഇതാണ് മ്യൂ കേട്ടോ. നമ്മൾ മീന് സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മ്യൂ. ഇങ്ങനെയാണ് മ്യൂ എന്ന് എഴുതുക. മ്യൂ. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അറിയാലോ സിഗ്മ സ്ക്വയർ. എങ്ങനെ എഴുതുക? സിഗ്മ സ്ക്വയർ. ദെൻ ഫോർ എനി റിയൽ നമ്പർ ടി ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഏതൊരു റിയൽ നമ്പർ ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്താലും ഓക്കെ, ഇക്വേഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/t സ്ക്വയർ ആണ്. അതേപോലെ രണ്ട് ഇക്വേഷനും എന്താണ്? സെയിം തന്നെയാണ്. രണ്ട് രീതിയിൽ എഴുതാനേ ഉള്ളൂ കേട്ടോ. ഇതെന്താണ്? പി ഓഫ് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണിത്. രണ്ടും സെയിം ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. എന്താണ്? പി ഓഫ് മോഡ് എക്സ് മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 - 1/t സ്ക്വയർ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും എഴുതുക കേട്ടോ. ഇതിൻ്റെ തിയറം മാത്രം എഴുതുക, ചെബിഷെവ്സ് ഇനീക്വാളിറ്റി. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോവാം കേട്ടോ. ഫസ്റ്റ് എന്താണ് നമ്മൾ തന്നിട്ടുള്ളത്? എഴുതിയില്ല. എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? മ്യൂ ആണ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എഴുതി. അടുത്തെന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. ഓക്കെ, അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇപ്പോൾ എഴുതണ്ട, ഞാൻ ഒരുമിച്ച് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. നമ്മളിനി വേരിയൻസ് ഓഫ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പിന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേരിയൻസിൻ്റെ ഇക്വേഷൻ. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? മ്യൂ ആണ് അല്ലേ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? മ്യൂ ആണ്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് പകരം മ്യൂ കൊടുത്തു, ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ എക്സ് ആകുമ്പോൾ എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എന്താണ്? എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ആണല്ലേ? അപ്പോൾ എന്തായി വരിക? ഇൻ്റഗ്രൽ എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അത് എഴുതി. ഇനി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്തുകൊണ്ടാണ് കൊടുത്തത്? നമ്മളോട് ഇവിടെ എക്സിൻ്റെ റേഞ്ചിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ? എക്സിന് ഇത്ര മുതൽ ഇത്ര വരെ എടുക്കണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രത്യേകം തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കണം? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കണം. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അത്രേ. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര എഴുതാം കേട്ടോ. ഇത്ര വരെ എഴുതാം, ഇതുവരെ എഴുതാം. ഓക്കെ, ഇനി നോക്ക്, നമ്മളിവിടെ എന്താ പറയണത്? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് അല്ലേ? അപ്പം നമ്മൾ ഇതാണ് ഇതേപോലൊരു കർവ് ഒന്നുമില്ല, അതിൻ്റെ ഏരിയ ഉള്ളൂ. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? എന്ത് ചെയ്തു? ഒരു 3-4 ഭാഗമാക്കി സ്പ്ലിറ്റ് ചെയ്തു. അപ്പം നിങ്ങളോട് പറയാണ് -10 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെന്താക്കാം? ഇവിടെ ഒരു 5 -5, ഇവിടെ ഒരു 5 അങ്ങനെ എടുത്തൂടെ? അതായത് അതിൻ്റെ ഇടയിലല്ല -10 -9 -8 -7 -6 -5 -4 -5 -4 -3 -2 -1 0 1 2 3 4 5 അങ്ങനെയല്ലേ വരെ ഈ നമ്പർ ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. അതേപോലെ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി നമ്മൾ മ്യൂ മൈനസ് ടി സിഗ്മ ആയിട്ടും മ്യൂ പ്ലസ് ടി സിഗ്മ ആയിട്ടും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഒന്നുമില്ല, ഇതിനെന്ത് ചെയ്തു? നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഇവിടെ മുതൽ ഇവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾക്ക് ഭാഗങ്ങളാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ മുതൽ ഇവിടം വരെ, പിന്നെ ഇവിടെ മുതൽ ഇവിടം വരെ, പിന്നെ ഇവിടെ മുതൽ ഇവിടം വരെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഈ മൈനസ് ഇൻഫിനിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. മൈനസ് ഇൻഫിനിറ്റി ടു ആദ്യം എവിടെ വരെയാണ്? മ്യൂ മൈനസ് ടി സിഗ്മ. മൈനസ് ഇൻഫിനിറ്റി ടു മ്യൂ മൈനസ് ടി സിഗ്മ എക്സ് മൈനസ് മ്യൂ സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ഭാഗം ഏതാ വരിക? മ്യൂ മൈനസ് ടി സിഗ്മ ടു മ്യൂ പ്ലസ് ടി സിഗ്മ. മ്യൂ മൈനസ് ടി സിഗ്മ ടു മ്യൂ പ്ലസ് ടി സിഗ്മ എക്സ് മൈനസ് മ്യൂ സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് അടുത്തെന്താണ്? മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി. മ്യൂ പ്ലസ് ടി സിഗ്മ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ സ്ക്വയറിൻ്റെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്ത് ചെയ്തു? 3 എണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര എഴുതാം.